സാങ്കേതിക പുരോഗതി ജീവിതം എളുപ്പമാക്കുമ്പോഴും നാം എന്തുകൊണ്ട് കൂടുതൽ ആശങ്കയും അസന്തോഷവും അനുഭവിക്കുന്നു? നമുക്ക് പരിശോധിക്കാം. Technological progress makes life far easier, but why do anxiety and stress grow? ഒരിക്കൽ കൂടി വായിക്കാം. Technological progress makes life easier, but why do anxiety and stress grow? സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ ജീവിതവും. സാങ്കേതിക വിദ്യ പ്രകൃതിയെ കീഴടക്കാനുള്ളതാണോ അതോ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ഉതകേണ്ടതാണോ? സാങ്കേതിക പുരോഗതി കൂടുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളും എന്തുകൊണ്ട് കൂടുന്നു? സാങ്കേതിക വികസനം കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ഉത്തരവാദിത്തവും മൂല്യങ്ങളും കൂടുന്നുണ്ടോ? നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ ജീവിതവും എന്ന വിഷയത്തിന്മേലാണ്. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ജീവിതഗതിയിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വികസനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അത് ഏത് മേഖലയിൽ എന്ന് നമുക്ക് ഒതുക്കി നിർത്താനാവില്ല. എല്ലാ മേഖലയിലും ആ സാങ്കേതിക വിദ്യയുടെ വികസനം വളരെ വലുതായിട്ട് തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഈ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ വികസനം നമ്മുടെ ജീവിതത്തെ, അതായത് പരിസ്ഥിതിയുമായി ചേർന്ന് പോകുന്ന നമ്മുടെ ജീവിതത്തെ എത്രത്തോളം പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പരിസ്ഥിതി സൗഹൃദ ജീവിതത്തെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്, നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ അത് വർദ്ധിപ്പിക്കുകയാണോ അല്ലെങ്കിൽ അത് അതിനിടയ്ക്ക് കയറി അതിന്റെ അധപതനത്തിലേക്ക് നയിക്കുകയാണോ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യങ്ങളിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് സാങ്കേതിക വിദ്യ പ്രകൃതിയെ കീഴടക്കാനുള്ളതാണോ അതോ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ഉതകേണ്ടതാണോ എന്നുള്ളതാണ്. അപ്പൊ സാങ്കേതിക വിദ്യയുടെ വലിയ വലിയ അല്ലെങ്കിൽ സഹായകരമായിട്ടുള്ള വശങ്ങൾ നമുക്കറിയാം. എല്ലാ തരത്തിലും നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് എത്ര വേഗത്തിലും നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങൾ ലോകത്ത് എവിടെ നിന്നുമുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ ജീവിതത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണകരമായിട്ടുള്ള വശങ്ങൾ സാങ്കേതിക വിദ്യക്കുണ്ട്. ഒരു പക്ഷെ ഇന്ന് നമുക്ക് ജീവിത പുരോഗതി എന്ന് നമ്മൾ വിലയിരുത്തുന്ന ആ ഒരു ചട്ടക്കൂടുണ്ടല്ലോ, അത് നൽകിയത് തന്നെ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അപ്പോൾ ആ സാങ്കേതിക വിദ്യ പ്രകൃതിയെ കീഴടക്കാനുള്ളതാണോ? അതായത് നമ്മുടെ പ്രവൃത്തികൾ, നമുക്കറിയാം ഇന്ന് നമ്മുടെ പരിസ്ഥിതി രംഗം എന്ന് പറയുന്നത് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കാത്ത വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് സാങ്കേതിക വിദ്യയുടെ പുരോഗതി എത്രത്തോളം സഹായകരമായിട്ടുണ്ടെന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ നമ്മളെ ഏത് രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ, വൈദ്യശാസ്ത്ര രംഗത്ത്, എഞ്ചിനീയറിംഗ് രംഗത്ത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ അസാധ്യമാക്കുന്ന വിധത്തിൽ നമ്മൾ പറയാറുണ്ട്, മനുഷ്യന് മറ്റു ജീവികളെ അപേക്ഷിച്ചുള്ള ഏക ശേഷി എന്ന് പറയുന്നത് മൂർത്ത രൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു ശേഷിയാണ്. അതിന് അതായത് മൂർത്ത രൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള നമ്മുടെ ആ ശേഷിയെ അതിന്റെ പാരമ്യത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയിലൂടെ നടക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഭാവനയിലൂടെ നമ്മുടെ മുന്നിൽ ചലച്ചിത്ര രൂപത്തിലാണെങ്കിലും അനിമേഷൻ രൂപത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ ഏതെല്ലാം രൂപത്തിൽ സഹായിച്ചോ അതിനേക്കാൾ വലുതായിട്ട് തന്നെ നമ്മുടെ ശേഷികളെ, അല്ലെങ്കിൽ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കുറയ്ക്കാനും കാരണമായിട്ടുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴും എപ്പോഴും പറയാറുള്ള ഉദാഹരണം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. നമുക്കറിയാം അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ പ്ലാസ്റ്റിക്കിനെ ഒരു നിമിഷം പോലും ഒഴിവാക്കാൻ പറ്റാത്തത്രയും ആവശ്യം ആക്കി തീർത്തു, അല്ലെങ്കിൽ അതിന്റെ ഗുണം നമ്മൾ അത്രയും നന്നായിട്ട് അനുഭവിച്ച് അതില്ലാതെ ഉള്ള ഒരു ജീവിതത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ടെക്നോളജി എന്നതിന്റെ ആ വികസനം കൊണ്ട് നമുക്കതില്ലാതെ
ഇനി ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ ആ ടെക്നോളജി ഏത് രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏട്ടൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് ചുടുവെള്ളത്തിൽ വീണ ചുടുവെള്ളമുള്ള കൊട്ടകത്തിൽ വീണ തവളയെ പോലെ എന്ന്. അതായത് നമ്മൾ ടെക്നോളജി വികസിച്ചു വരുന്ന കാലത്ത് അതിന്റെ സുഖകരമായിട്ടുള്ള അവസ്ഥകൾ, രസകരമായിട്ടുള്ള അവസ്ഥകൾ വളരെ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടിയാണ് സ്വീകരിച്ചത്, അല്ലെ? അപ്പോ അത് നമ്മുടെ ജീവിത പുരോഗതി അല്ലെങ്കിൽ ജീവിത പരിഷ്കാരം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മള് വൈദ്യുതി ഇല്ലാത്ത ഒരു കാലത്ത് നിന്ന് വൈദ്യുതിയിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ജീവിത സൗകര്യം വളരെ വർദ്ധിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ജീവിത നിലവാരം വർദ്ധിച്ചവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കൊക്കെ എത്തുന്നത് ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അപ്പം ഈ വൈദ്യുതി ഇല്ലാത്ത കാലത്ത് നിന്നും, ടെലിഫോൺ സൗകര്യം ഇല്ലാത്ത കാലത്ത് നിന്നും, അല്ലെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് നിന്നും ഇതെല്ലാം ഉണ്ടായ കാലത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ ആ ആദ്യ കാലത്തൊക്കെ നമുക്കതെല്ലാം വളരെ നല്ല രീതിയിലാണ് പ്രയോജനപ്പെട്ടത്. പക്ഷെ ഇന്ന് മൊബൈൽ വരെ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ കയ്യിൽ നമ്മുടെ വിഭവങ്ങൾ ഇല്ല. കുറെ ഡിജിറ്റലുകൾ മാത്രമായിട്ട് ഇങ്ങനെ പോവുകയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് വേണ്ട വിഭവങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിലും അതിനെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് അവിടെ എന്താണ് നിശ്ചയിക്കപ്പെടുന്ന ആ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്കും വസ്തുക്കൾക്കും ഇടയിൽ വലിയൊരു മറ്റൊരു അളവുകോൽ അല്ലെങ്കിൽ മൂല്യം വന്ന് കയറി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ ഇത് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഈ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാകുന്ന ഉപകരണങ്ങൾ, യന്ത്രങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ യന്ത്രങ്ങൾ ഇല്ലാതെ നമ്മുടെ പ്രകൃതിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, നമുക്ക് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ധാരാളം കണക്ഷൻ വയറുകൾ പോകുന്നതോ അല്ലെങ്കിൽ ഒരു മിനിറ്റ്, പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യത്തെ മറയ്ക്കുന്ന കെട്ടിടങ്ങൾ വരുന്നതോ അങ്ങനെ എന്തുണ്ടായാലും നമുക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ നമുക്കിന്ന് ജീവിക്കാനും സാധിക്കില്ല. അതായത് നമുക്ക് പ്രകൃതി എന്ന് പറയുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള സൗന്ദര്യം വേണം താനും. എന്നാൽ അതിന് നമ്മുടെ ഇടയിൽ ആ പ്രകൃതിക്കും നമുക്കും ഇടയിൽ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ അത് ഉണ്ടാകുന്നത് നമ്മൾ അറിയുന്നുമില്ല. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്ന് പറയുന്നത് പ്രകൃതിയെ നമുക്കനുസരിച്ച് മാറ്റം വരുത്തി തീർക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ നമ്മള് ഒരു വലിയ കുന്നിൻ പ്രദേശത്തെ നിരപ്പാക്കാനായിട്ട് നമുക്ക് അതിനു വേണ്ടുന്ന ഉപകരണങ്ങൾ, ഇപ്പൊ JCB ആണെങ്കിലും മറ്റേത് ഉപകരണങ്ങളാണെങ്കിലും ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് സാധിക്കും. എത്ര വലിയ മലയെ നിരപ്പാക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ അത് തിരിച്ച് അതുപോലെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനോ നമുക്ക് സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുപോലെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ഇത് ഏത് രൂപത്തിലാണ് സഹായിക്കുന്നത് എന്നുള്ളത്. ജീവിതത്തിൽ എല്ലാ തുറകളിലും നമുക്കിടയിൽ ഒരു യന്ത്രം ഉണ്ടായിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്കൊരു യന്ത്രത്തിന്റെ സഹായം ആവശ്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന എല്ലാം സ്വയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ സംവിധാനത്തില് നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മുടെ സഹായം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾക്ക് നമ്മൾ വലിയ സ്ഥാനം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ യന്ത്രങ്ങൾ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു യുഗത്തിൽ ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ വലിയ തോതിൽ അത് മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മള് കണക്ക് കൂട്ടുന്നതിന് എത്രത്തോളം നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നു എന്നുള്ളത്. വളരെ നിസ്സാരമായ കണക്കുകൾ കൂട്ടലുകൾക്ക് പോലും നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ ഉടനെ കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുകയാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചറിയുന്നതിന് ഇതെല്ലാം നമ്മുടെ സഹജമായിട്ടുള്ള ശേഷിയെ ഉപയോഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ശേഷികളെ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം നമ്മൾ എല്ലാത്തിനും ഉപകരണങ്ങളെ ആശ്രയിച്ച് ശീലിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഒരു ഉപകരണം കേടുവരുന്നത് പോലെ നമ്മുടെ എല്ലാ ശേഷികളും അവിടെ പരിമിതപ്പെടുകയാണ് അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണ്. നമുക്ക് തന്നെ നമ്മുടെ ശേഷികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ശരിയായ ഒരു അറിവ് ഇല്ലാതെ പോവുകയാണ്. അപ്പം
സാങ്കേതിക വിദ്യ അത്രത്തോളം നമ്മുടെ ശേഷികളിലേക്ക് വരെ കടന്നു കയറി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നെല്ലാം ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് അല്ല ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലെല്ലാം ഒരു ട്രെൻഡ് മേക്കിങ്ങിലൂടെ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണോ ഇപ്പോൾ ഈ വ്യവസ്ഥ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ഒഴുക്കിൽ നമ്മൾ യന്ത്രങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രകൃതിയെ കീഴടക്കുന്നതിനല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയെ തോന്നുന്നത് പോലെ ഉപയോഗിക്കാനല്ല സാങ്കേതിക വിദ്യയെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പക്ഷെ യന്ത്രങ്ങൾക്ക് അറിയില്ല, അവർക്ക് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാനായിട്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തതായിട്ട്, സാങ്കേതിക പുരോഗതി കൂടുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തുകൊണ്ട് കൂടുന്നു? പരിസ്ഥിതിയെ നമ്മൾ ഏത് രൂപത്തിൽ ഇടപെടണം എന്നുള്ളത് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അതിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം, അർഹിക്കുന്ന ഒരു മൂല്യം നമ്മൾ അതിൽ നൽകേണ്ടതുണ്ടെന്നുള്ളതാണ്. നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ വിഭവങ്ങളും ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട്, സ്ഥിരമായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിത രീതി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയിൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു യന്ത്രത്തെ കൊണ്ടുവരുന്ന സമയത്ത് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടുന്നത് തീർച്ചയായിട്ടും അവിടെ ഈ പരിസ്ഥിതി യന്ത്രങ്ങളുടെ ഉപയോഗത്തിന് നമ്മളൊരു ധാർമ്മിക മൂല്യം അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അതിർവരമ്പ് കൽപ്പിക്കുന്നില്ല എന്നുള്ളിടത്താണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്? പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകേണ്ടുന്ന ആ പ്രകൃതിയോടുള്ള ഒരു ആദരവ് എന്ന് പറയുന്ന അവസ്ഥ, യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്കറിയാം ഒരു സാമൂഹ്യ മനസ്സ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്. എല്ലാവരും ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയെ ഒരുപോലെ നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ പ്രകൃതി രൂപപ്പെട്ടു വരിക. എന്നതുപോലെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ആശ്രയിച്ച് അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു മൂല്യബോധം അതിനോടൊപ്പം നൽകാതെ ആ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, അത് ഏത് യന്ത്രങ്ങളാണെങ്കിലും മൊബൈൽ ആണെങ്കിലും ശരി, അതിനൊരു ലിമിറ്റേഷൻസ് നമ്മൾ നൽകുന്നില്ല, അതിനൊരു പരിധി നമ്മൾ കൽപ്പിക്കുന്നില്ല. അപ്പൊ അത് പിന്നെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്ന് അറിയാത്ത അത്തരത്തിലുള്ള ബോധമില്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് നേരെ വിപരീത ഫലങ്ങൾ, ഒരുപക്ഷെ അപകടകരമായിട്ടുള്ള വിദൂര ഫലങ്ങൾക്ക് കാരണമാകുന്നുള്ളതാണ്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയെ നമ്മൾ മനസ്സിലാക്കുന്നത്, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പരിസ്ഥിതി മൂല്യങ്ങളും, പരിസ്ഥിതിയെ നമ്മൾ എത്രത്തോളം, എവിടെ, എങ്ങനെ, എത്ര പരിധി വരെ അതിൽ നമുക്ക് യന്ത്രങ്ങളെ ഇടപെടുത്താം എന്നുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള അവബോധം അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നൽകേണ്ടത് ആവശ്യമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാത്തിടത്തോളം നമുക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. കാരണം അവിടെ കൃത്യമായിട്ട് നമ്മുടെ ലാഭം വർദ്ധിപ്പിക്കുക, നമ്മുടെ വേഗം വർദ്ധിപ്പിക്കുക, പ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുക, ഉൽപാദനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, നമുക്ക് ആവശ്യത്തിലേറെ എത്ര ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, പരമാവധി ഉൽപ്പാദിപ്പിക്കുക, പരിസ്ഥിതിയെ അങ്ങോട്ട് പിഴിഞ്ഞ് എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് നമ്മൾ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു മറുവശം, അതായത് ഇപ്പം വിദേശങ്ങളിലൊക്കെ മരം മുറിക്കുന്നതിന് പകരം അവര് ചില യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ വേരോടുകൂടി പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു ഇത് കണ്ടിരുന്നു. എന്നതുപോലെ ആ സാങ്കേതിക വിദ്യ നമുക്ക് പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത രീതിയിലേക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മള് വർഷങ്ങൾ കൊണ്ടുണ്ടായ വനങ്ങളെ നിമിഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ച്. അപ്പൊ യന്ത്രങ്ങൾക്ക് അറിയില്ല, പക്ഷെ ആ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് കൃത്യമായിട്ട് അറിവുണ്ടാകേണ്ടതാണ്. അതല്ലാത്ത പക്ഷം വരുന്ന തലമുറകൾക്ക്, അല്ലെങ്കിൽ നമ്മളിത് ഉപഭോഗം ചെയ്ത് തീർക്കാതെ വരുന്ന തലമുറകൾക്ക് കൂടി ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മളിവിടെ നിലനിർത്തേണ്ടതാണെന്നുള്ള അതാണ്. അപ്പോൾ നമുക്ക് അതായത് യന്ത്രങ്ങളെയല്ല നമുക്ക് മാറ്റം വരുത്താൻ, യന്ത്രങ്ങളെയല്ല നമുക്ക് പഠിപ്പിക്കാൻ കഴിയുക, നമുക്ക് നമ്മളിലാണ്, അത് ഉപയോഗിക്കുന്ന നമ്മളിലാണ് മാറ്റം വരുത്താൻ കഴിയുക എന്നുള്ളതാണ്. അടുത്തതായിട്ട്, സാങ്കേതിക വികസനം കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ഉത്തരവാദിത്വവും മൂല്യങ്ങളും കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. സാങ്കേതികത
അല്ലെങ്കിൽ നമ്മളിപ്പോ സാങ്കേതികത എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ടെങ്കിലും അതിലൂടെ നമ്മൾ ശാസ്ത്രത്തിന്റെ വികസനം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രം എന്നുള്ള വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ടെക്നോളജിയുടെ ഉപയോഗത്തിലാണ്. അപ്പോൾ ആ ടെക്നോളജിയുടെ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ ഉത്തരവാദിത്തത്തെ അല്ലെങ്കിൽ മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നില്ല. കാരണം അത് മനുഷ്യൻ അത്തരം യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവന്റെ മാത്രം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനാണ്, അല്ലെങ്കിൽ അവന്റെ മാത്രം പ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അവിടെ തീർച്ചയായിട്ടും എന്താണോ നമ്മുടെ പ്രകൃതിയുടെ ഉത്തരവാദിത്തം എന്നുള്ളതിലേക്ക് ഒരിക്കലും എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയോടുള്ള ഒരു ആദരവ് എന്ന് പറയുന്നത് അവിടെ അതിൽ യാതൊരു വർധനവും ഉണ്ടാകുന്നില്ല. ഭൂമിയോടുള്ള ഇടപെടൽ, ജൈവ വൈവിധ്യം എന്ന് പറയുന്ന സംവിധാനത്തില് എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് അല്ലെങ്കിൽ യന്ത്രങ്ങളെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള യാതൊരു പഠനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള മുൻതൂക്കങ്ങളോ നൽകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വ്യാവസായികതയുടെ വിപ്ലവകരമായിട്ടുള്ള ഒരു വർധനവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലൊന്നും തന്നെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു വ്യാവസായിക ശാല പ്രവർത്തിക്കുന്നതിൽ അതിന്റെ ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അത് നിലനിൽക്കുന്ന പ്രകൃതിയിൽ മറ്റു ജീവികളെ, മറ്റു മനുഷ്യരെ, ആ ചുറ്റുപാടിലുള്ള എല്ലാ തരത്തിലുള്ള പരിസ്ഥിതിയെയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണമോ പരിശോധനയോ നടത്തിയിട്ടായിരിക്കില്ല പലതും ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്ന പല വ്യാവസായിക ശാലകൾ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഭൂമിക്ക് അടിയിലേക്ക് ഖനനം ചെയ്യുന്നത് നമുക്കറിയാം. കാരണം ഖനനത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ലോഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അതെല്ലാം നമ്മൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാമാണ് നമ്മൾ യന്ത്രങ്ങളെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം യന്ത്രങ്ങളെ മുഴുവനായിട്ടും ആശ്രയിച്ച് നമ്മുടെ സഹജമായിട്ടുള്ള ശേഷികളെ, നമ്മുടെ എന്താ പറയുക, കഴിവുകളെ ഒക്കെ നമ്മൾ അവിടെ അടിയറവ് പറയുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല്, എന്താണോ നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, എന്താണോ നമ്മുടെ കൃത്യമായിട്ടുള്ള ജീവിതത്തിന്റെ മുന്നോട്ട് പോക്ക് എന്നതിനെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് കാര്യങ്ങൾ, ഒരു പ്രശ്നം മുൻപിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. യന്ത്രങ്ങളോട് ഇടപഴകി നമ്മുടെ മനസ്സ്, പ്രവൃത്തികൾ ഒക്കെ വളരെ യാന്ത്രികമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതിയോട് ഇടപെടുന്ന സമയത്ത്, പരിസ്ഥിതിയെ മനസ്സിലാക്കുന്ന സമയത്ത്, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രവൃത്തി കൂടുതലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ അതില് ഈ സാങ്കേതികമായിട്ടുള്ള ഒരു ആധിപത്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മയോടുകൂടി വേണം ഇടപെടാൻ. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ദിവസം പറയുണ്ടായി, അതായത് പരിസ്ഥിതിക്ക് ഗുണകരമാകുന്ന ഒരു പ്രവൃത്തി ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെത്തി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്ത് വ്യാപരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയല്ല ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴും പരിസ്ഥിതിയുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ നമ്മുടെ ചിന്താപരമായിട്ട്, വൈകാരികപരമായിട്ട്, അതുപോലെ പ്രവർത്തനപരമായിട്ട് എല്ലാം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഞാൻ എന്ന ജീവി അല്ലെങ്കിൽ നമ്മൾ എന്ന ജീവികളും പ്രകൃതിയും തമ്മിൽ നമ്മുടെ മണ്ണിലൂടെ ഉള്ള നടത്തം, അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലൂടെയുള്ള അതിന്റെ ചലനം, ഇതെല്ലാം നമ്മൾ എപ്പോഴും നിലനിർത്തേണ്ടതാണെന്നുള്ളതാണ്. നമ്മൾ അനാവശ്യമായിട്ട്, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത, നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്കും ശരീരത്തിനകത്തേക്കും വസ്ത്രങ്ങളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യകളായിട്ടും ഒക്കെ ചേർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നഷ്ടമാകുന്നത് പ്രകൃതിയോടുള്ള യഥാർത്ഥത്തിൽ ഉണ്ടാകിടുന്ന ബന്ധമാണെന്നുള്ളതാണ്. അപ്പൊ ഒരു യാന്ത്രിക യുഗത്തില് ജീവിച്ച് ഒരു യന്ത്രം പോലെ ആയി തീരാതെ കൃത്യമായിട്ട് ജീവനുള്ള ഒരു പ്രകൃതിയിലെ ജീവനുള്ള ഒരു സത്തയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടും എന്റേതായിട്ടുള്ള ആ സ്വയം പ്രവർത്തന ശേഷികളെ എല്ലാം കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു അറിവിലേക്ക് ചിന്ത കൊണ്ടെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് മുന്നിലുള്ള വഴി തെളിക്കും എന്നുള്ളതാണ്, വഴിയിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുറച്ചു പേര് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിലെ ഉത്തരം ഇത്രയാണ്, നമ്മള് സാമൂഹ്യ ജീവിയാണ്. ഈ വലിയ എല്ലാം പരസ്പര ബന്ധിതമായിട്ടുള്ള
സംവിധാനത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുമായിട്ട് കൃത്യമായിട്ടൊരു ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അവിടെ ഒരു വരവ് വയ്ക്കൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാനല്ല പറയുന്നത്. നമ്മളൊരു ജാഗ്രതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതിന് ഒരു മറുവശം അല്ലെങ്കിൽ ഇതിനൊരു പിന്നെ അതായത് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അതുപോലെ ഒരു ഫലം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്തിലും ഇടപെടാൻ, എന്തും ചെയ്യാനും ആയിട്ട്. അപ്പോൾ പ്രകൃതിയിലേക്ക് ഇടപെടുന്നത് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ആണെങ്കിലും സാങ്കേതിക വിദ്യയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും നമ്മളും പ്രകൃതിയും ഞാനും പ്രകൃതിയും എന്നുള്ള അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ എത്രത്തോളം അതുമായിട്ട് കൂടുതൽ ആഴത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു, നമ്മുടെ ജീവിതത്തെ അത്തരത്തിലാവാൻ വേണ്ടി നമ്മൾ ചിട്ടപ്പെടുത്തുന്നു, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ മണ്ണിലൂടെ നടക്കുന്നത് നമ്മളും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു രാസപ്രക്രിയയെ സഹായിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ അതായത് പിന്നെ ഷവറിലൂടെ കുളിക്കുന്നതിന് പകരം പുഴയിൽ പോയി മുങ്ങി കുളിക്കുന്നത് എങ്ങനെയാണത് നമുക്കത് പ്രയോജനപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് യന്ത്രങ്ങളില്ലാതെ, പരമാവധി യന്ത്രങ്ങളുടെ സഹായം ഇല്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അവിടെ എന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നു എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു യുക്തിപരമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് വരാതിരിക്കുക. കാരണം അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ അവിടെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിന് പകരം കൃത്യമായിട്ട് അത് അനുഭവിക്കാനായിട്ട് യന്ത്രങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ പരിസ്ഥിതി അനുഭവിക്കാം, അല്ലെങ്കിൽ യന്ത്രങ്ങളില്ലാതെ നമുക്ക് പരിസ്ഥിതിയോട് ഇടപെടുന്ന സമയത്ത് അവിടെ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് കാണാം. ഇത്രയാണ് ഇന്നത്തെ ഒരു ചോദ്യങ്ങളിലൂടെ എല്ലാവരെയും ചിന്തിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ ജീവിതവും എന്നുള്ളതിൽ എല്ലാവരും കൃത്യമായിട്ടൊരു അവബോധമുള്ളവരായി അത് ജീവിതത്തിൽ ഇനിയുള്ള പരിസ്ഥിതിയോട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു അറിവിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ ജീവിതവും എന്നുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിനെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു 3 ചോദ്യങ്ങളിലൂടെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഈസ് ടെക്നോളജി ടു കോൺകർ നേച്ചർ ഓർ ടു ഹാർമണൈസ് വിത്ത് നേച്ചർ? സാങ്കേതിക വിദ്യ പ്രകൃതിയെ കീഴടക്കാനുള്ളതാണോ അതോ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ഉണ്ടാകേണ്ടതാണോ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം തന്നെ അതിന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് അത് മനുഷ്യൻ്റെ ആ ചിന്തകളിലൂടെ അതിനെ എങ്ങനെ കൂടുതൽ സൗകര്യത്തിലേക്ക് പോകാം എന്നുള്ളൊരു ചിന്ത അതിലൂടെ തുടങ്ങിയതാണ്. പക്ഷേ അത് ഗ്രാജ്വലി അതിൻ്റെ ഈ വരും വരാഴികളെ മനസ്സിലാക്കാതെ, പ്രകൃതിയുടെ പാറ്റേൺസിലെയും പ്രിൻസിപ്പിൾസിനെയും മനസ്സിലാക്കാതെ, ആ നാച്ചുറൽ ഡൈനാമിക് ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു ഡയറക്ഷൻലെസ്സായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതിന് ഒരു ഡയറക്ഷൻ ഇല്ല. അത് മൾട്ടി എഡ്ജ്ഡ് അല്ലെ ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് പറയുന്ന പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രകൃതി ബോധമുണ്ട്. ശരിക്കും നമ്മുടെ പ്രൈം കോൺഷ്യസ്നെസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പ്രകൃതിയെ ഡയറക്റ്റ് ചെയ്യുന്ന ഓരോ സംഗതിക്കും ഡയറക്ഷൻ വരുന്നത് ഒരു കോൺഷ്യസ്നെസ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പോസിറ്റിവേറ്റ് ചെയ്യാനുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാതെ നമ്മളത് ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലെ ബൾക്ക് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വില കുറയും, മനുഷ്യൻ്റെ കൺവീനിയൻസ് കൂടും, ലെഷർ ടൈം കൂടും എന്നുള്ളൊരു രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യാൻ തുടങ്ങി, കണ്ടമാനം അങ്ങ് ഡെവലപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ കംഫർട്ട് സോണിൽ വന്നു കഴിഞ്ഞ മനുഷ്യന് അപ്പം അതിനെപ്പറ്റി ആലോചന ഇല്ലാതായി. ഇതിനെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് എങ്ങനെ വരുമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്തയില്ലാതെ അത് തലങ്ങും വിലങ്ങും അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടി വന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്,
ഇത് നേച്ചറിനെ വിരുദ്ധമായിട്ടാണോ പോകേണ്ടത് അതോ നേച്ചറിനെ ഹാർമണൈസ് ചെയ്യുകയാണ്? അപ്പോൾ അത് നേച്ചറിനെ ഹാർമണൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് എക്കോസെൻട്രിക് വേഴ്സസ് ആന്ത്രോപ്പോസെൻട്രിക് എന്നുള്ള ഒരു ആന്ത്രോപ്പോസെൻട്രിക് അപ്രോച്ചിലൂടെ, ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ചിലൂടെ നമ്മളിതിനെ നേരിട്ടാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ അത് മാറ്റി ഇക്കോസെൻട്രിക് ആക്കണമെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് നമുക്കിപ്പം സന്ദേശം കിട്ടിയിട്ടുണ്ട്. പ്രകൃതി എന്നുള്ള അതിനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽസ് തരുന്നുണ്ട് പ്രകൃതി. അതുപോലെ ടെക്നോളജിക്കൽ പ്രോസസ്സ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്യുകയാണോ അതോ അത് നമുക്ക് അഡ്വാൻറ്റേജ് തരുന്നതിൻ്റെ കൂടെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ ഇത് തന്നെയാണ്, നമ്മൾ ഡയറക്ഷൻ ഇല്ലാതെ ഈ ടെക്നോളജി യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ആ സർക്കുലാരിറ്റി പാറ്റേൺ മനസ്സിലാക്കിയിട്ടില്ല, ഫ്ലോ പാറ്റേൺ മനസ്സിലാക്കിയിട്ടില്ല, നെറ്റ്വർക്ക് ഇൻ്റർ കണക്ഷൻസ് മനസ്സിലാക്കിയിട്ടില്ല, നെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോളാർക്കി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അൾട്ടിമേറ്റ്ലി കോൺഷ്യസ്നെസ് എന്നുള്ളതാണ് അവിടെ പ്രകൃതിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സിനെ മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ കോൺഷ്യസ്നെസ് ഉപയോഗിച്ചിട്ട് അതിനെ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് അതിൻ്റെ ഒരു അഭാവത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ചോദ്യം വരുന്നത്, ആർ വി റെസ്പോൺസിബിൾ ഫോർ റെസ്പോൺസിബിലിറ്റി, ഇതിന് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടോ ഇതിൻ്റെ ഈ ഇൻക്രീസിങ് ടെക്നോളജി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് കൂടുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ടെക്നോളജി ഡയറക്ഷൻ കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഉണ്ടായ പ്രശ്നങ്ങളെ തീർക്കാനായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സിലോട്ട് പോകേണ്ടി വരും. അപ്പം അതിന് പകരം ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എന്ന് പറഞ്ഞിട്ട് കാർബൺ സീക്വസ്ട്രേഷൻ എന്നുള്ളൊരു ഇൻഡസ്ട്രിയൽ കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാട്ടിലും വലിയ ടെക്നോളജി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ നോക്കുകയാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല പോകുന്നത്. ആ ഡയറക്ഷൻ തിരിച്ചു വെച്ചേ പറ്റുള്ളൂ. അതിന് നമ്മൾ റീജനറേറ്റീവ് അഗ്രികൾച്ചർ എന്നുള്ള രീതിയിൽ പെർമാകൾച്ചറിനെ അവലംബിക്കുക എന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും സേഫായിട്ട് ഒപ്റ്റിമൈസ്ഡ് കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ പെർമാകൾച്ചറിലൂടെയാണ് പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ അതല്ല ഇവിടെ നടക്കുന്നത്. കാരണം അവിടെ മറ്റു പല ഇൻഡസ്ട്രിയിലൂടെ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബൾക്ക് പ്രൊഡക്ഷൻ്റെ പ്രശ്നം വരുന്നത് തന്നെ നമുക്കതിന് വിലയുടെ അഡ്വാൻറ്റേജ് കിട്ടും, ലെഷർ ടൈം കിട്ടും എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അത് വേറെ എന്തോ ആണ് ഇതിനെ നിയന്ത്രിക്കുന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് ഇതിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കറക്ഷൻസ് അവിടെ ഉണ്ടാക്കി വന്നേ പറ്റുള്ളൂ. ആ ഡയറക്ഷൻസിനെ കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഉണ്ടായ നെഗറ്റീവ്സിനെ കറക്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി വരണം. പിന്നെ എന്നുള്ളത് നമ്മൾ അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഡെയിലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ വ്യത്യാസമാണ്. നമുക്ക് ബോഡിയുടെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ വർക്കബിലിറ്റി, ഫങ്ഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സസൈസ് വേണം. അതിനായിട്ട് നമ്മൾ ജിമ്മിൽ പോകുന്നു, ട്രെഡ്മില്ലിൽ കയറുന്നു. അങ്ങനെയൊക്കെയുള്ളതിന് പകരം അത് നമ്മുടെ ദിവസേനയുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ആവശ്യം. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ളൊരു മിനിമലിസ്റ്റിക് അപ്രോച്ചിലൂടെ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അങ്ങനെ നമ്മളിവിടെ എല്ലാ സിസ്റ്റംസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ നമുക്കതിനെ തിരിച്ചു പിടിക്കാമെന്നുള്ളത്. അപ്പോൾ ടെക്നോളജിക്കലാണെങ്കിലും സയൻറ്റിഫിക് റിസർച്ചിലൂടെ ആണെങ്കിലും അതിനെ എല്ലാത്തിനും നേരിടാനുള്ള ഉണ്ടായ പ്രോബ്ലംസിനെ തിരിച്ചു വെക്കാനുള്ളൊരു ഇത് വേണം. ഇനി പുതിയ പ്രോബ്ലംസ് ഉണ്ടാകാതെ ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരികയാണല്ലോ. കാരണം ഇന്നത്തെ ലെവലിൽ വന്നപ്പോഴത്തേക്ക് ടെക്നോളജിയെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പ്രയാസമായിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ടെക്നോളജി അവോയ്ഡ് ചെയ്യാവോ അത് അത്രയും അവോയ്ഡ് ചെയ്യുക. ഉള്ളിടത്ത് അതിനെ പോസിറ്റീവായിട്ട് ചെയ്ത് പുതിയ ടെക്നോളജിയിൽ, അതായത് നാച്ചുറൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയിൽ അവലംബിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ കഴിയുന്നതും ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും, വിത്തൗട്ട് മെക്കനൈസേഷൻ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അത് നമ്മൾ ലോക്കൽ ലെവലിൽ ചെയ്യാം. പക്ഷേ ബൾക്ക് ലെവലിൽ നടക്കുന്നതിനെ നമുക്ക് അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ അതിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആണ് ഇത് നമ്മൾ പറഞ്ഞതിൻ്റെ സാധനം. കഴിയുന്നതും അതിനെ അവലംബിക്കാതിരിക്കുക, കഴിയാത്തിടത്ത് അതിനെ
പോസിറ്റിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഉണ്ടായ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ടെക്നോളജി അവിടെയും സയൻസ് ആൻഡ് റിസർച്ച് ടെക്നോളജി അവിടെ ഉപയോഗിക്കേണ്ടി വരും. ഉപയോഗിച്ചിട്ട് അതിനെ തിരിച്ചു വെക്കാനുള്ളൊരു ശ്രമം കൂടെ നടത്തുക. ഇങ്ങനെ ഇതാണ് പറയാനുള്ളത് എനിക്ക്. താങ്ക് യു. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.